ഇവനും ഭരിക്കുന്നല്ലേ നല്ലേ, വേറെ എല്ലാവരും ഇങ്ങനെ പ്രശ്നങ്ങളല്ലേ വരുന്നത്. പിണറായി തന്നെ ഭരിക്കട്ടെ. എൻ്റെ ഭൂരിപക്ഷം ഇപ്പോഴുള്ള ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ വേണമെന്ന് എൻ്റെ അഭിപ്രായം. 100 മേലെ വരണമെന്നാണ്. UDF ചാൻസിലല്ല, പിണറായി ഭരിക്കട്ടെ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭരണത്തിന് തോന്നി ഇവർ വെറും ഗ്രൂപ്പുകളും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതിനെക്കൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം അതൊക്കെ എന്ത് അങ്ങനെ അയാളെ പറ്റി അതൊക്കെ ബിരിയാണി ചെമ്പിൽ മറ്റേ സ്വർണ്ണം കടത്തി കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അതൊന്നും ശരിക്കും സത്യമല്ലല്ലോ. ഞങ്ങളിവിടെ മൂഴിക്കൽ സൗത്ത് വരെ. അത് തോട്ടൽ രവീന്ദ്രൻ. ഓ, എൻ്റെ പേര് പ്രാശൻ. അത് പറയാൻ പറ്റില്ല, ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അത് മാറണമെന്നാണ്. നല്ല വികസനമുള്ള ഭരണമല്ല അത് നോക്കി മാറണമെന്നാവില്ല. തുടർ ഭരണമാകുമ്പോൾ ഒരാൾ ഭരിച്ചിട്ട് കാര്യം മാറി മാറി ആയിരിക്കുമ്പോൾ പ്രതിപക്ഷം സ്ട്രോങ് ഉണ്ടാവും. വികസനമൊക്കെ ഉണ്ട്. അത് പറയാൻ പറ്റില്ല, കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ആരാകുന്നു. മണ്ഡലം തന്നെ. ദേവർകോവിലാണ് പൈസലിന് ചാൻസ് ഉണ്ട്. ഇപ്രാവശ്യം ഞാൻ LDF അനുഭാവിയാണ്, മാർക്സ് പാർട്ടിന് അനുഭാവിയാണ്. അത് ഈ തുടർ ഭരണം തന്നെ വരും. കാരണം വികസനങ്ങൾ കണ്ടുമാണ് കയറിപ്പോയിരിക്കുന്നു ഇവിടെ. അത് കോൺഗ്രസ് നേതാക്കന്മാർ വീടി സാധിച്ചാൽ ദിവസം 4-5 നോളം പറയുന്നുണ്ട്. അതിലേതാ ശരി ഉത്തരം എന്ന് നമുക്കറിയില്ല. ഇല്ല, ഒരു കാര്യമില്ല. ഇപ്പം രാവിലെ പറഞ്ഞാലേ ഉച്ചയ്ക്ക് പറഞ്ഞാൽ വൈകുന്നേരം പറഞ്ഞാൽ രാത്രി പറയുന്നത്. അപ്പോൾ നമുക്ക് വിശ്വാസമില്ല. മണ്ഡലം സൗത്ത് ദേവർകോവിൽ അഹമ്മദ് വരും. ഓക്കെ, ഭൂരിപക്ഷം ചിലപ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ ജ്യോതിശാസ്ത്രത്തിനൊന്നല്ല. അത് കോട്ടെ, അത് നമുക്ക് അറിയില്ല. നമ്മളൊരു നിദാനം വെച്ചിട്ട് പറഞ്ഞോളൂ. 2000 രൂപ എനിക്ക് ശമ്പളം കിട്ടുന്ന 1000 രൂപ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം 35 വയസ്സിൽ 58 വയസ്സ് വരെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതും കിട്ടിയിന്. നമ്മൾ ഓർക്കല്ലാതെ ആർക്കാ ചെയ്യാനാ? അത്രേ ഉള്ളൂ. ഓക്കെ, അത് റെഡിയല്ലേ? തുടർ ഭരണം ഉണ്ടാവുമല്ലോ. UDF തരംഗം ഏറി എന്നാലും 40-60 സീറ്റ്, 80 സീറ്റിൽ LDF തന്നെ. അതൊന്നും വെറുതെ പറയണെന്ന്. എന്താ ഇപ്പൊ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാറില്ല? 10 വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്ത്, ഇനി എന്തെല്ലാം ചെയ്യാനുണ്ട്? മാർക്കറ്റ് മാറ്റുന്നത് വികസനത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് മാറ്റണേ. പക്ഷെ അവിടെ ഒന്നും ശരിയായിട്ടൊന്നുമില്ല, തീരുമാനമൊന്നും ആയിട്ടില്ല. മാർക്കറ്റ് മാറുന്നും പറയുന്നുണ്ട്, മാറില്ല എന്നും പറയുന്നുണ്ട്. വ്യാപാരികളുടെ പിന്നെ ഒന്നും തീരുമാനമായിട്ടില്ല. അങ്ങനെയൊക്കെ നമുക്ക് ദേവർകോവിൽ സ്ട്രോങ് ആണ്, ജയിക്കുന്നതാണ് പ്രതീക്ഷ. വികസന പ്രവർത്തനങ്ങൾ കണ്ടമാനം ഉണ്ടാക്കിയില്ലേ? പിന്നെന്താ, വയനാടൊക്കെ നിങ്ങൾ കണ്ടില്ലേ? നമ്മളെ സർക്കാരല്ലേ അതൊക്കെ ചെയ്തു കൊടുത്ത്. പാലങ്ങൾ, റോഡ്, സ്കൂള് എന്തെല്ലാം ചെയ്തു കൂട്ടി നമ്മളെ സർക്കാർ. ഇനി എന്താ ചെയ്യേണ്ടേ ജനങ്ങളോട് ചോദിക്കുക. 10 വർഷത്തിന് ഇനി എന്താ വേണ്ടിയെന്ന് ചോദിക്കണേ. സർക്കാർ ചെയ്തില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചെയ്തില്ലാന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലേ? ഓക്കെ, തുടർഭരണം ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ 5 കൊല്ലം ഉണ്ടാവും. തരംഗം കാണുന്നില്ല. കാരണം പോലെ കളി കൊണ്ടാണ് കാണാത്തത്. സതീശന്റെ ഒക്കെ കളി കൊണ്ടാണ്. എന്നാലും കേരളം തന്നെ നമ്മളെ ഭരിക്കുള്ളൂ. CPM മൂന്നാവട്ടം വരും, ഗ്യാരണ്ടി. സൂപ്പറാണ്. പിണറായി വിജയൻ തന്നെ.